ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. May the Lord's name be glorified. പ്രിയപ്പെട്ടവരെ, വീണ്ടും ഗൾഫിലുള്ള സഹോദരന്മാർക്കും എല്ലാം ഒന്നിച്ചു ചേർന്ന് ഇങ്ങനെ ദൈവവചനം കേൾപ്പാനും ദൈവത്തെ സ്തുതിപ്പാനും സാവകാശമായ ഒരു സമയം ദൈവം തന്നല്ലോ. The Lord has given all of us who are in the Gulf to come together to sing songs and listen to His word once again. ലോകം വലിയൊരു പരിഭ്രാന്തിയിലൂടെ കടന്നു പോകുന്ന സന്ദർഭമാണിത് എന്ന് നമുക്കറിയാം. We know that the world itself is going through a very madly times. എങ്കിലും ദൈവത്തെ അറിയുന്ന ദൈവത്തിന്റെ മക്കളായ നമുക്ക് ആ കാര്യങ്ങളിൽ നിന്ന് വേർപെട്ട് അല്പനേരം ദൈവസന്നിധിയിൽ വന്ന് ആശ്വസിപ്പാൻ ഇങ്ങനെ ഒരു ക്രമീകരണം ചെയ്തതോർത്ത്, ഇങ്ങനെ പ്രിയപ്പെട്ടവർക്ക് ആ നിലയിൽ അവസരം നൽകിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. But I thank the Lord for giving the children of God an opportunity to come together and be before the Lord like this at this time. ഇങ്ങനെ ഒരു സംവിധാനത്തിലൂടെ എല്ലാവരെയും കാണാനും ഒക്കെ ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതും ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കാൻ അവസരം ലഭിച്ചതും എല്ലാം ഓർത്ത് ഞാനും ദൈവസന്നിധിയിൽ വളരെ നന്ദിയുള്ളവനായിട്ടായിരിക്കും. I also am very thankful in the presence of the Lord for the means in which we are able to communicate and see each other. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും നമുക്ക് പരിചിതമായ വചനം ഏതാണ് എന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്. I have many times thought which is the verse that is very familiar in our midst. നിങ്ങൾ എന്നോട് യോജിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ ഈ ചിന്തിച്ച് ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത് റോമർ 8:28 നമ്മുടെ ഒരു സഭയെന്നുള്ള നിലയിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സാധാരണ ഉദ്ധരിക്കുന്ന ഒരു വാക്യം. I don't know whether you will agree with me, but as a church, I believe that it is Romans chapter 8 verse 28 which we very often use in our midst. അത് നമുക്ക് കാണാതെ അറിയാം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. We know that verse by heart. It reads like this, Romans 8:28, and we know that God causes all things to work together for good to those who love God. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എന്ന് പറയുന്നത് അത് നമ്മളാണ്. When we use the word those who love God and who have been called according to the purpose of God, it refers to us. കാലാകാലങ്ങളിൽ ദൈവം നമ്മളെ വിളിക്കാൻ അവിടത്തേക്ക് പ്രസാദമായി. Through different ages, God was pleased to call us as His own. നമുക്ക് നമ്മളെ തന്നെ നോക്കിയാൽ അറിയാം, നമുക്ക് ആർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വലിയ താല്പര്യമുള്ളവരായിരുന്നില്ല. പക്ഷേ ദൈവത്തിന്റെ വിളിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ദൈവപ്രസാദത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ സത്യത്തിലേക്ക് വരാനിടയായി. We can look into our own lives and really understand that we were not naturally inclined to the ways of God, but according to the word as a foundation, God has given us that opportunity to be called as His. അപ്പോൾ ദൈവത്താൽ വിളിക്കപ്പെട്ടവർക്കാണ് അതുപോലെ തന്നെ ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്. The two things that is true in our life is that we love God and we have been called by God. അങ്ങനെയുള്ളവർക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? അവിടെ പറഞ്ഞിരിക്കുന്നത് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. And those who have these two things in their life, what is it said about them? It is told that to them everything will turn out to be good. സകലവും, അതിലെ സകലവും എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഈ കാലഘട്ടവും അതിൽ ഉൾപ്പെടുന്നുണ്ട്. When that term all things, it also includes the time in which we are currently living. ഇതിന്റെ അകത്ത് ഒരു നന്മയും നമുക്കാർക്കും തോന്നുന്നില്ല. We might not be able to find any goodness in what is happening around us right now. മഹാമാരി, ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുന്നു, മരണങ്ങളെ കുറിച്ചുള്ള വാർത്തകള്, എന്താ ഇതിന്റെ അകത്ത് നന്മയായിട്ടുള്ളത്?
what is good that we can find in the pandemic that is going on, people losing jobs and all the death that you are hearing around us? എന്താണ് അതിലെ നന്മ എന്നുള്ളത് തൊട്ടടുത്ത വാക്യത്തിൽ റോമർ 8:29 വിശദീകരിച്ചിരിക്കുന്നത്. And it is said in the next verse, what is the goodness that we can find? അവിടെ നമ്മൾ കാണുന്നു, നമുക്ക് ഈ എല്ലാ സാഹചര്യങ്ങളിലൂടെയും കർത്താവിന്റെ സ്വരൂപത്തോട് അനുരൂപരാകാനായിട്ട് നമുക്ക് കഴിയും. അതാണ് ആത്യന്തികമായ വലിയ നന്മ. The main aim of, or the main goodness that can come to us is what we read, that we can all be confirmed to the image of his son in all these things that is happening to us. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ ഇത്രയും ചിന്തിച്ചതിനെ നമുക്ക് ഇങ്ങനെ പറയാം. We can tell like this about all that we have been telling right now. ഇപ്പോഴും നടക്കുന്ന ഈ സാഹചര്യങ്ങളും ഈ പ്രത്യേക അനുഭവങ്ങളും ഒക്കെ നമ്മളെ കൂടുതൽ യേശുവിന്റെ സ്വരൂപത്തോട്, അവിടുത്തെ മനോഭാവത്തോട് നമ്മളെ ആ നിലയിൽ അനുരൂപപ്പെടുത്തണം. So everything, all circumstances and everything that we are going through right now should all be helping us to become more and more like the image of Jesus. യേശുവിന്റെ സ്വഭാവം, സ്വരൂപം എന്തായിരുന്നു എന്നുള്ളത് സുവിശേഷങ്ങളിൽ വളരെ വിശദമായിട്ട് നമുക്ക് പല രംഗങ്ങളോടുള്ള ബന്ധത്തിൽ കാണാൻ കഴിയും. We know what was the behavior and the nature of Jesus through the many incidents that we read in the Gospels. അവിടെ കർത്താവിന്റെ സ്വഭാവത്തെക്കുറിച്ച് നമുക്ക് കിട്ടുന്ന ആ ബോധ്യങ്ങള് അതിനോടൊപ്പമാണോ നമ്മൾ അത്തരം ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ പ്രതികരിക്കുന്നത്? The things that we learn from the Gospels about his nature, are we also reacting like Jesus in those circumstances which we are going through? ചില രംഗങ്ങളിൽ തീർച്ചയായിട്ടും നാം കർത്താവിന്റെ ആ മനോഭാവം നമുക്ക് ചില രംഗങ്ങളിൽ പുലർത്താൻ കഴിയുന്നുണ്ടാവും. Surely we are able to bring forth the nature of Jesus in some instances of our life. ഒരുപക്ഷെ ആ പൂർണ്ണ അർത്ഥത്തിലല്ലെങ്കിലും കർത്താവിന്റെ കാണിച്ചു തന്ന ആ മനോഭാവത്തോട് നമുക്ക് ചേർന്ന് വരാൻ കഴിഞ്ഞു എന്ന് വരാം. Even if it is not fully perfect in its expression, we might be able to come close to his nature in the different circumstances. എന്നാൽ സുവിശേഷങ്ങളിലെ ചില കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ കർത്താവ് പ്രതികരിച്ച രീതി, കർത്താവിന്റെ മനോഭാവം ഒക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തും. But when we read some instances in the gospel and we see how Jesus reacted, it will bring a surprise to us. നമുക്ക് ആ മട്ടില് പെരുമാറാനോ ആ ഒരു മനോഭാവം പുലർത്താനോ കഴിയുന്നില്ല എന്നുള്ളത് നമ്മൾ സത്യസന്ധരാണെങ്കിൽ നമ്മൾ കണ്ടെത്തും. If we are honest to ourselves, we can conclude that we are not behaving like Jesus did in those circumstances. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഏതെങ്കിലും ജീവിതത്തിന്റെ മേഖലകളിൽ കർത്താവിന്റെ സ്വരൂപത്തോടെ, കർത്താവിന്റെ പെരുമാറ്റത്തോടെ, കർത്താവിന്റെ മനോഭാവത്തോട് ചേർന്നു വരുന്നില്ലെങ്കിൽ ആ ഭാഗങ്ങളെ ക്രമീകരിക്കാനായിട്ട് ദൈവം തന്നിട്ടുള്ള ഒരു അവസരമാണിത്. അതിനെ അങ്ങനെ ഉപയോഗിച്ചാലേ ഇത് നമുക്ക് നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുകയുള്ളൂ. Having seen those areas where you are not responding in the way Jesus responded, and you are coming to the Lord and telling, Lord, this current circumstance you have arranged for me to bring up my life back in order, only then can you be able to go forth and bring forth the nature of Jesus in these areas. പത്രോസ് 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വചനത്തിൽ ഈ കർത്താവ് പെരുമാറിയതുപോലെ കർത്താവിന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെട്ട് ജീവിക്കുന്നതിനെ കുറിച്ച് കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാകുന്ന നിലയിൽ പത്രോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. In 1 Peter chapter 1 verse 21, 1 Peter 2 verse 21. 1 Peter chapter 2 verse 21, Peter is describing of how Jesus is responding.
അവിടെ നമ്മൾ കാണുന്നത് അതിൻ്റെ അവസാന ഭാഗം, നിങ്ങൾ അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയി. We read like this: He is leaving you an example for you to follow in his steps. അപ്പോ അവിടുത്തെ കാൽച്ചുവട് പിന്തുടരുക, അതാണ് നമ്മുടെ ജീവിതത്തിലെ ദൈവം നമുക്കായിട്ട് മുൻനിയമിച്ചിട്ടുള്ള ആത്യന്തികമായ ആ വലിയ നന്മ. The goodness that we can have in our life is that we can follow the footsteps of Jesus in our life. ഈ മഹാമാരിയുടെ ഘട്ടത്തിൽ ലോകം മുഴുവൻ വലിയ ആശങ്കയിലും പരിഭ്രമത്തിലും ആയിരിക്കുമ്പോൾ നമുക്ക് ഈ ദിവസങ്ങളിലെ മീറ്റിങ്ങിലൂടെ ചില കാര്യങ്ങളിലെങ്കിലും കർത്താവിൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ, നമുക്ക് അതിനെക്കുറിച്ചൊരു വെളിച്ചം ലഭിക്കാൻ ഒക്കെ ഇടയായെങ്കിൽ അത് നന്നായിരുന്നു. If during these pandemic times, when the world is uncertain, going through uncertainty and fear, during these conference days, if we can get light in some areas of how we can also respond like Jesus, that will be the goodness that can come out of it. ഈ വാക്യം 1 പത്രോസ് 2:21 വാക്യം തൻ്റെ ജീവിതത്തിൽ തനിക്ക് നിർണായകമായി തീർന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് ഒരു മാതാവ് ഒരിക്കൽ എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. I remember of how this particular verse, 1 Peter chapter 2:21, became a very critical verse in a mother's life. I am remembering right now. ആ മാതാവ് ഒരു ഒരു യുവതിയായിരുന്ന കാലഘട്ടത്തിലാണ് താൻ ദിനംപ്രതി വായിച്ചു വരുന്നതനുസരിച്ച് ഈ ഭാഗം വായിക്കാനിടയായത്. That mother, as part of her daily reading, came to this verse one day in her life. അങ്ങനെ വായിച്ചു വന്നപ്പോ ഇവിടെ എന്താ നമ്മൾ കാണുന്നത്? അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ കർത്താവ് ഒരു മാതൃക വെച്ചേച്ചു പോയി എന്നാണ് വായിച്ചത്. So she read that Jesus has set an example before us so that we may follow him in his footsteps. താനെ കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ച ആ നിലയിലുള്ള ഒരു സ്ത്രീ ആയിരുന്നു. She was a lady who had accepted Jesus as her personal savior. എന്നാൽ അതിനപ്പുറത്തേക്ക് ഒരു കാര്യവും അതിനെക്കുറിച്ച് ഒരു വലിയ ബോധ്യമില്ലാതെ കൽപ്പനകൾ അനുസരിക്കാതെ അങ്ങനെ ജീവിക്കുന്ന ഒരു ഘട്ടം. She was going through a stage of life that she only knew Jesus as a personal savior, but nothing beyond that initial step was happening in her life. അപ്പോഴാണ് താനെന്ന സ്നാനത്തെക്കുറിച്ച്, വിശ്വാസ സ്നാനത്തെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്, എന്നാൽ അതിനൊരു വലിയ പ്രാധാന്യം കൊടുക്കാതെ ജീവിച്ചു വരുന്ന ഘട്ടം. It was a time when she had heard about water baptism, but did not give much importance to the obedience of what she had heard. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം രാവിലെ തൻ്റെ പതിവ് വായനയുടെ ഭാഗമായിട്ട് ഈ വാക്യത്തിന്റെ മുമ്പാകെ താൻ നിന്നത്. അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ കർത്താവ് ഒരു മാതൃക വെച്ചേച്ചു പോയി. It was at such a stage that she read this verse, that Jesus leaving an example for you to follow in his footsteps, is a verse that she came in her daily reading. അപ്പോ കർത്താവ് കാണിച്ച ഏതെങ്കിലും ഒരു മാതൃക താനെ പിൻപറ്റാത്തതുണ്ടോ എന്ന് പെട്ടെന്ന് ചിന്തിച്ചു. So immediately a question came into her mind: is there any example that Jesus has shown as an example that I have not followed in my life? അപ്പൊ പെട്ടെന്ന് പരസ്യ ശുശ്രൂഷയുടെ തുടക്കം കുറിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് കർത്താവ് വന്ന് യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴില് സ്നാനമേൽക്കുന്ന രംഗം സഹോദരിയുടെ മനസ്സിൽ വരാനിടയായി. And immediately the picture of Jesus before his ministry, where he is being baptized by John, came to her memory. അവിടെ വന്നപ്പോ ഇങ്ങനെ സകല നീതിയും നമുക്ക് നിവർത്തിക്കുന്നത് നല്ലതെന്ന് പറഞ്ഞ് യോഹന്നാനെ പറഞ്ഞ് സമ്മതിപ്പിച്ച് യോഹന്നാന്റെ കൈക്കീഴില് കർത്താവ് സ്നാനമേറ്റു. Jesus was telling John the Baptist that to fulfill all righteousness, Jesus was humbling himself under the hands of John the Baptist and taking water baptism. That image came to her mind. ആ കാര്യം ഓർത്തപ്പോൾ ആ മാതാവ് വിചാരിച്ചു, അയ്യോ, കർത്താവ് കാണിച്ചു തന്ന ഒരു മാതൃകയാണല്ലോ, അവന്റെ കാൽച്ചുവട് ഞാൻ പിന്തുടരണമല്ലോ. ഉടനെ തന്നെ
അതിനെ തുടർന്ന് താന് വിശ്വാസ സ്നാനം സ്വീകരിപ്പാൻ തീരുമാനിച്ചു. അടുത്ത ദിവസം തന്നെ അത് വിശ്വാസ സ്നാനം സ്വീകരിപ്പാനും ഇടയായി എന്ന് സാക്ഷ്യം പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. I was remembering how she was testifying that on that day, she was remembering that Jesus had put an example before me of taking baptism, and she took the decision with the very next day to take the baptism in her life. കർത്താവ് നമുക്ക് ഒരു മാതൃക വെച്ചേച്ച് പോയെന്ന് പറയുമ്പോൾ, നമ്മൾ ഇന്ന് ഇത് വായിക്കുമ്പോൾ, നമ്മൾ ഒരുപക്ഷെ സ്നാനം അല്ലെങ്കിൽ കർത്താവ് പ്രാർത്ഥിച്ച കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ കാര്യങ്ങളായിരിക്കാം നമ്മൾ ചിന്തിക്കുക. When we think of Jesus being an example, we might be thinking in terms of the big things like baptism of Jesus or the prayer life of Jesus. എന്നാൽ നിത്യജീവിതത്തില് ആളുകളുമായി ഇടപെട്ടപ്പോൾ യേശു എത്ര സ്വതന്ത്രനായ ഒരു മനുഷ്യനായിരുന്നു. But Jesus, when he was dealing with people on a daily normal life basis, how free a man Jesus was. എന്നാൽ ഇന്ന് നമുക്ക് ആളുകളോട് ഉള്ള പെരുമാറ്റത്തില്, ആളുകളോട് ഇടപഴകി ജീവിക്കുമ്പോൾ, അത് സഭയിലുള്ളവരായാലും ഓഫീസിലുള്ളവരായാലും സമൂഹത്തിലുള്ളവരായാലും കർത്താവ് പുലർത്തിയ ആ ഒരു സ്വാതന്ത്ര്യം നമുക്ക് കൈയാളാനായിട്ട് കഴിയുന്നുണ്ടോ? But today, maybe it is in the way you react with the people in the church or with the people you are working in your office. Are you able to have and experience the same freedom with which Jesus was interacting with the different people in his life? പ്രിയപ്പെട്ടവരെ, ഒരു സഹോദരൻ പറഞ്ഞ പോലെ നിർഭാഗ്യവശാൽ കർത്താവ് നമ്മളെ രക്ഷിച്ച് നേരെ അങ്ങ് സ്വർഗത്തിൽ കൊണ്ടുപോയില്ല. കർത്താവ് നമ്മളെ രക്ഷിച്ചിട്ട് ഈ സാധാരണ മനുഷ്യരുടെ ഇടയിൽ ജീവിക്കാനായിട്ട് നമ്മളെ ഇവിടെ ആക്കിയേച്ചാ പോയത്. Like one brother had told, Jesus did not make us believers and take us directly to heaven, but he placed us among the normal people to live our daily life. ഈ ആളുകളോടൊക്കെ എങ്ങനെ ഇടപെടുന്ന, അവരോടൊക്കെ പെരുമാറുമ്പോഴാണ് പലപ്പോഴും ദൈവമേ ഇതെങ്ങനെയാ ഇവരോടൊരു നല്ല മനോഭാവം സൂക്ഷിക്കുന്നത്, നീ പെരുമാറിയതുപോലെ എങ്ങനെയാണ് പെരുമാറാൻ കഴിയുന്നത് എന്നതിനെ കുറിച്ച് ഒരു വെല്ലുവിളി നമ്മുടെ മനസ്സിൽ തോന്നുക. It is when we interact with such people around us, the challenge comes in front of us. Lord, how do I behave and react like you in my life? നമുക്കറിയാമല്ലോ, നമ്മൾ 1 യോഹന്നാൻ 2:6 വായിക്കുന്നത്, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാണ്. We know from 1 John chapter 2 verse 6, those who say he abides in him ought himself to walk in the same manner as he walked. അവൻ നടന്നതുപോലെ, ആ വാക്കാണ് പ്രയാസമുള്ള വാക്ക്. The difficult word in this verse is as he walked. That is the difficult element. പക്ഷെ നമ്മൾ കണ്ണ് തിരുമ്മിയിട്ട് വീണ്ടും നോക്കിയാലും ആ വാക്ക് അവിടെ തന്നെ ഉണ്ട്, അവൻ നടന്നതുപോലെ എന്ന് തന്നെയാണ് അവിടെ കിടക്കുന്നത്. If you will again clean your eyes, rub your eyes and read that verse again, you will find the same thing, that as he walked, it is how we are being called to walk. 1 പത്രോസ് 2 ആ വാക്യവും അവന്റെ കാൽച്ചുവട് പിന്തുടരുക, മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്കിതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് കഴിയില്ല. When we read the verse that we read earlier, that we must follow the footsteps of Jesus' example, and in this verse, we cannot run away from that calling in our life. തീർച്ചയായിട്ടും നമുക്കറിയാം, കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ നാം അവനോടൊപ്പം അവന് സദൃശനാകുമ്പോഴാണ്, അവൻ പ്രത്യക്ഷനാകുമ്പോൾ മാത്രമാണ് എല്ലാ അർത്ഥത്തിലും നമുക്ക് അവനോട് സദൃശനാകാൻ കഴിയുന്നത്. 1 യോഹന്നാൻ 3:2 വാക്യം. 1 John 3:2 tells that it is only when Jesus comes again will we become completely like him. എന്നാൽ അതിന്റെ തൊട്ട് താഴത്തെ വാക്യം 1 യോഹന്നാൻ 3:3 പറഞ്ഞേക്കുന്നത്, അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ ഈ പ്രത്യാശയുള്ളവൻ തന്നെ നിർമ്മലീകരിക്കുന്നു എന്നാണ്. But even though that fulfillment is happening when he comes, the next verse tells, and everyone who has this hope
fixed on him, purifies himself just as he is pure. അവിടെയും അവനെ മാതൃകയായിട്ട് പറഞ്ഞിരിക്കുക. In that verse also, Jesus is mentioned as our example. അപ്പൊ കണ്ടോ, അവന്റെ കാഴ്ചയോട് പിന്തുടരുവാൻ മാതൃക വെച്ചു. So Jesus has been going ahead of us as footsteps, as an example to us. അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. Then we are called to walk as Jesus had walked. അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ നിർമ്മലീകരിക്കേണ്ടതാകുന്നു. And here we read that we must purify ourselves just as he is pure. അങ്ങനെ കർത്താവിന്റെ ആ സ്വരൂപത്തോട് അനുരൂപപ്പെടുക എന്നുള്ളത് ഈ വാക്യങ്ങളിലെല്ലാം ആവർത്തിച്ച് വരുന്ന ഒരു കാര്യമാണ്. നമുക്കതിൽ നിന്ന് മാറി നടക്കാനാവില്ല. So what we see in all these three verses is that we have to become more and more like Jesus, and we cannot run away from this calling in our life. പ്രിയപ്പെട്ടവരെ, നമ്മളെ കർത്താവ് പുലർത്തിയ കൊച്ചു കൊച്ചു മനോഭാവങ്ങള്, അല്ലെങ്കിൽ ആളുകളുമായുള്ള ബന്ധത്തിലുള്ള പെരുമാറ്റത്തിൽ വരുന്ന പല കാര്യങ്ങള്, അവിടൊക്കെയും കർത്താവ് ക്ഷമിച്ചതുപോലെ, കർത്താവ് സ്നേഹിച്ചതുപോലെ എന്ന് കൃത്യമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട്. Dear ones, with regard to our life, in our daily life, in our daily interaction, just like Jesus had forgiven, just like Jesus has accommodated, we have to also go like that. നമ്മൾ വായിച്ച ആ കുറിവാക്യത്തില് അവന്റെ കാൽ ചുവട് എന്ന് പറയുമ്പോ കർത്താവ് കാണിച്ച് നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് പോയ വലിയൊരു ജീവിതത്തെ മൊത്തത്തിലല്ല, ഓരോ കാൽ ചുവട്, ദൈനംദിന ജീവിതം, ഓരോ പെരുമാറ്റം, ഓരോ മനോഭാവം, ഈ കാര്യങ്ങളിൽ അവിടെ നമ്മൾ മാതൃക കണ്ടെത്തി അവനെ അനുകരിക്കേണ്ടതായിട്ട് ഇരിക്കുന്നു. അതാണ് അവിടെ വ്യക്തമാക്കുന്നത്. When we read the verse that we have to follow Jesus in his footsteps, it is not referring to the whole life of Jesus, but it is referring to each step of Jesus, his each attitude or his each mentality, how he had done in his daily life. That is what we are called to follow. അവിടുന്ന് ആളുകളെ സ്നേഹിച്ചു, അവിടുന്ന് ആളുകളോട് ക്ഷമിച്ചു. He loved the people of this world and he forgave the people of this world. നമുക്ക് കർത്താവിനെ പോലെ ക്ഷമിക്കാനും കർത്താവിനെ പോലെ സ്നേഹിക്കാനും കഴിയുന്നുണ്ടോ? Are we able to love like Jesus, and are we able to forgive like Jesus? പ്രിയപ്പെട്ടവരെ, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ അവിടെ നമ്മള് ഒരു മൂന്നാമത്തെ അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ, കൊലോസ്യർ 3:13 നമ്മൾ കാണുന്നത് കർത്താവ് ക്ഷമിച്ചതുപോലെ നാം ക്ഷമിക്കണമെന്ന് അവിടെ നമ്മൾ വായിക്കുന്നു. Colossians chapter 3 verse 13, we read like this: just as the Lord forgave you. കർത്താവ് ക്ഷമിച്ചു, പക്ഷേ ആ ക്ഷമയെ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് അടുത്ത് നിന്ന് നോക്കാം. നമുക്ക് അങ്ങനെ ക്ഷമിക്കാൻ ഒക്കുമോ? അതിനെന്തെങ്കിലും സൂചനകൾ, നമുക്ക് സഹായകരമായ സൂചനകൾ കർത്താവിന്റെ വാക്കുകളിലുണ്ടോ? ഇങ്ങനെ ഈ സുവിശേഷങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ വളരെ ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധിച്ച് നമുക്ക് കർത്താവിന്റെ ജീവിതത്തെ നമുക്കൊന്ന് അടുത്ത് കാണാം എന്നാണ് കരുതുന്നത്. When we read of how the Lord forgave you, can we look more closely into the life of Jesus from the Gospels, in the small incidents of the life of Jesus, and see, is there anything that we can pick up of how Jesus forgave? ഒരിക്കലും ക്ഷമിക്കാൻ ഒക്കാത്ത ഒരു രംഗത്ത് പിതാവേ ഇവരോട് ക്ഷമിക്കണമേ എന്ന് യേശു പ്രാർത്ഥിച്ചത് നമ്മൾ ഓർക്കുന്നുണ്ട്. We can remember of how Jesus prayed in a circumstance where we can never forgive, but Jesus in that time told, Father, forgive them. പക്ഷേ നമ്മൾ ആ ഭാഗം എടുത്തു നോക്കുമ്പോൾ അവരോട് ക്ഷമിക്കണേ എന്ന് മാത്രമല്ല, അതിനോട് ചേർത്ത് ഒരു കൊച്ചു കാര്യം പറയുന്നുണ്ട്. If you will look at that passage more carefully, Jesus is not only telling Father, forgive, but there was one more small thing that we can notice in that instance. ലൂക്കോസിന്റെ സുവിശേഷം 23-ാമത്തെ അധ്യായത്തിന്റെ
34 വാക്യം. Luke chapter 23 verse 34. അവിടെ യേശു ക്രൂശിൽ കിടന്ന് പറയുകയാണ്, എന്താ, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. Jesus is praying like this, telling like this, Father, forgive them, for they do not know what they are doing. ഇവരോട് ക്ഷമിക്കണമേ എന്ന് മാത്രമല്ല പറഞ്ഞത്, അതിന് തൊട്ടു മുമ്പ് ഒരു കൊച്ചു കാര്യം പറയുന്നുണ്ട്. അത് വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയാൽ നമുക്കും ആളുകളോട് ക്ഷമിക്കുന്നത് കുറച്ചുകൂടി എളുപ്പമാകും എന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്. I have thought to myself that if not only taking the words, Father, forgive them, but also if you will look into that other small thing that Jesus said along with that, for they do not know what they are doing. If we can see things from that perspective, it will be much more easier for us to forgive. കർത്താവ് പറയുന്നത് ഇവര് ചെയ്യുന്നത് എന്താണെന്ന് സത്യം പറഞ്ഞാൽ ഇവർക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് പിതാവേ ഇവരോട് അങ്ങ് ക്ഷമിച്ചേര്. Jesus is telling, Father, they do not know what they are doing, so please forgive them. എന്നാ ഞാൻ വിചാരിക്കാറുണ്ട്, അവര് ഒന്നും അറിയാതാന്നോ പച്ച ജീവനോടെ 33 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ പിടിച്ച് ക്രൂശിച്ചതും അവനെ ആക്ഷേപിച്ചതും ഒക്കെ ഒന്നും അറിയാതാന്നു. But if you will, I used to think to myself, is it really true that they did everything out of ignorance, killing a man who is in his prime of the youth? Was it done ignorantly? പക്ഷെ കർത്താവ് ഇവിടെ അവർക്കൊരു കൺസെഷൻ കൊടുക്കുക, അവര് ചെയ്തതെന്തെന്ന് അവരെ അറിയുന്നില്ല, അതുകൊണ്ട് അവരോട് ക്ഷമിക്കണം. But Jesus is giving a concession to those who wronged him. They do not know what they have done, so please forgive them. ഇത് കർത്താവ് മാത്രമല്ല, കർത്താവിന്റെ ക്രൂശുമരണത്തെയും ആളുകൾ ഒറ്റിക്കൊടുക്കുന്നതിനെയും ഒക്കെ അടുത്ത് നിന്ന് കണ്ടിട്ടുള്ള പത്രോസും ഈ നിലയിൽ പറഞ്ഞിട്ടുണ്ട്. Even Peter, who was standing near the crucifixion of Jesus, he is also telling in the same manner of Jesus. അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തില് പിറവിയിലെ മുടന്തനായ ഒരുവനെ പത്രോസും യോഹന്നാനും സൗഖ്യമാക്കിയതിനു ശേഷം പ്രസംഗിക്കുന്ന ഭാഗം നോക്കുക. Let us look at the passage where Peter is giving a sermon after healing the lame man. അവിടെ അപ്പോസ്തലപ്രവൃത്തി 3-ാമത്തെ അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. Acts chapter 3 verse 17. അവിടെ പത്രോസ് പ്രസംഗിക്കുമ്പോൾ ആ യഹൂദന്മാരോട് പറയുന്നു, സഹോദരന്മാരെ, നിങ്ങളുടെ പ്രമാണികളെ പോലെ നിങ്ങളും അറിയായ്മ കൊണ്ട് പ്രവർത്തിച്ചു എന്ന് ഞാൻ അറിയുന്നു. And now, brethren, I know that you acted in ignorance, just as your rulers did also. ഇത് പത്രോസ് മാത്രമല്ല, പൗലോസും ഇത് പറഞ്ഞിട്ടുണ്ട്. It is not only Peter who is repeating these words, but even Paul also is repeating it. അതിന്റെ അപ്പോസ്തലപ്രവൃത്തി 13-ല് പൗലോസ് പ്രസംഗിക്കുമ്പോൾ അവിടെ നോക്കുക. Acts 13, when Paul is also preaching, അവിടെ 13:27, യെരുശലേം വാസികളും അവരുടെ പ്രമാണികളും അവനെയോ ശബത്ത് തോറും വായിച്ചു വരുന്ന പ്രവാചകന്മാരുടെ വചനങ്ങളെയോ തിരിച്ചറിയാതെ അവനെ ശിക്ഷയ്ക്ക് വിധിക്കയാൽ അവയ്ക്ക് നിവൃത്തി വരുത്തി. Acts chapter 13 verse 27, for those who live in Jerusalem and their rulers, recognizing neither him nor the utterances of the prophets. അപ്പൊ നമുക്ക് നമ്മൾ പറയാറുണ്ടല്ലോ, 2-3 സാക്ഷികളുടെ വായ്മൊഴിയാൽ ഏത് കാര്യം ഉറപ്പാകുമെന്ന്. കർത്താവ് പറഞ്ഞു, പത്രോസ് പറഞ്ഞു, പൗലോസ് പറഞ്ഞു, അവരറിയാതെ ചെയ്തതാ, അവർ അറിയായ്മ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്തതാണ്. നേതാക്കളും അങ്ങനെ ചെയ്തു, ഇന്നിപ്പോ അണികളും ഞങ്ങൾക്കെതിരെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ അറിയായ്മ കൊണ്ടാണ് എന്ന് പത്രോസും പൗലോസും കർത്താവിന്റെ വാക്കുകളെ പിന്തുടർന്ന് പറയുന്നതാണ് നമ്മൾ വായിച്ചത്. So we can see in these verses that both Peter and Paul are also joining along with Jesus and telling that the rulers and the people of those times did it out of their ignorance. പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോഴും അവിടെയും ഒരിടത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 2:8 വാക്യം നോക്കുക.
1 Corinthians chapter 2 verse 8, over there also Paul is again telling in the same manner. ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരാരും അത് അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. It is written that if they had understood it, they would not have crucified the Lord of glory. That is how Paul is telling about the death of Jesus. അപ്പൊ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ഇവരാരും ഇത് അറിഞ്ഞില്ല എന്ന് പറയുന്നത്? നമ്മൾ നോക്കുമ്പോൾ ഇവർ പച്ച ജീവനോട് ഒരു ചെറുപ്പക്കാരനെ ഈ നിലയിൽ ക്രൂശിച്ചത് അവരറിഞ്ഞുകൊണ്ട് ചെയ്തത്. പിന്നെന്താണ് അറിഞ്ഞില്ല എന്ന കൺസെഷൻ നൽകുന്നത്? We can look into their lives and we can ask the question, how is it that even Peter and Paul are all joining along with Jesus and telling that the people of that time did it out of ignorance of killing a man who was in his prime youth? പ്രിയപ്പെട്ടവരെ, കർത്താവ് അത് പറഞ്ഞിരിക്കുമ്പോൾ അതാണ് ശരി, അല്ല നമ്മുടെ തോന്നലുകളല്ല ശരി. If Jesus has told it, that is the truth, and what is coming to our logic is not the truth. അവർ ചെയ്യുന്നത് അവരറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അവരതിനെക്കുറിച്ച് അന്ധരായിരുന്നു. അവർ തങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ആ നിലയിലുള്ള ഗൗരവം അതിനെക്കുറിച്ച് അവർക്ക് വെളിച്ചമുണ്ടായിരുന്നില്ല. അവര് കുരുടരായിരുന്നു ആ കാര്യത്തിൽ എന്ന് പറഞ്ഞിട്ടാണ് കർത്താവ് അവരോട് ക്ഷമിക്കണേ എന്ന് പിതാവിനോട് പ്രാർത്ഥിക്കുന്നത്. When Jesus is praying to the Father to forgive them, he is telling that the people are blind. They do not have light of the depth of what they were doing. Because of that, he is asking the Father, please forgive them. പ്രിയപ്പെട്ടവരെ, നമുക്കും നമ്മളെ ഉപദ്രവിച്ച അല്ലെ നമ്മളെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞ് നമ്മളെ വിഷമിപ്പിച്ച ആളുകളോട് അവരോട് ക്ഷമ കൊടുക്കാൻ ഈ ഒരു കാര്യം അവര് വേണ്ടതുപോലെ അറിയാതെ ചെയ്തതാണ് എന്നൊരു കൺസെഷൻ കൊടുക്കാൻ കഴിഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ അവരോട് ക്ഷമിക്കാൻ കഴിഞ്ഞേക്കും എന്ന് ഞാൻ എൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. Looking into my own life, I have found it much more easier when I think that the people who hurt me or who caused some harm to me, they have done these things to me without really understanding the depth of what they were doing. I was able to much more easily forgive them for what they had done to me. അവരിത് വേണ്ടതുപോലെ അറിഞ്ഞില്ല. They did not understand what they were doing. ഞാനൊരു നമ്മള് ജീവമൊഴിയിലാണെന്ന് തോന്നുന്നു ഒരിക്കലും കൊടുത്ത ഒരു കഥ ഞാൻ ഇങ്ങനെ ഓർക്കുന്നുണ്ട്. I remember one instance of a story that we had written in Jeevamozhi. അതായത് ഒരാള് അദ്ദേഹത്തിന്റെ വീടിന്റെ സിറ്റ് ഔട്ടിൽ ഇരുന്ന് ചില കാര്യങ്ങൾ എഴുതിക്കൊണ്ടിരിക്കും. One man was sitting in his sit out and he was writing something. പ്രധാന റോഡിന്റെ അടുത്താണ് അദ്ദേഹത്തിന്റെ വീട്. His house is next to the main road. ആ പ്രധാന റോഡിൽ നിന്ന് അദ്ദേഹത്തിന്റെ വീടിനിടയ്ക്കുള്ള ആ സ്ഥലത്ത് അദ്ദേഹം ധാരാളം ചെടികളും ഒക്കെ നട്ട് വളർത്തി പുഷ്പങ്ങളും ഒക്കെ ആയിട്ട് നല്ല മനോഹരമായ ഒരു പൂന്തോട്ടം അദ്ദേഹത്തിനുണ്ട്. And he had a very good garden between the main road and his house. അങ്ങനെ ആ പൂന്തോട്ടമൊക്കെ അദ്ദേഹത്തിന് വളരെ സന്തോഷമാണ്. ആ പൂന്തോട്ടത്തിൽ നിന്നുള്ള കാറ്റൊക്കെ ഏറ്റ് താൻ സിറ്റ് ഔട്ടിൽ ഇരുന്ന് ഇങ്ങനെ എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. He was very happy of the garden that he had, and getting the breeze from the garden, he was relaxingly sitting and writing something in the sit out of his house. അങ്ങനെ എഴുതിക്കൊണ്ടിരുന്നപ്പോ തന്റെ തോട്ടത്തിൽ എന്തോ ഒരു ഒച്ച കേട്ട് അദ്ദേഹം തല ഉയർത്തി നോക്കി. When he was writing like this, he heard a noise in the midst of his garden. He lifted up his head to see what it was. നോക്കിയപ്പോ തന്നെ വളരെ അസ്വസ്ഥതപ്പെടുത്തിയ ഒരു കാഴ്ചയാണ് കണ്ടത്. And when he looked, he saw something that really disturbed him. ഒരു തടിയനായ ഒരു മനുഷ്യൻ ഇദ്ദേഹത്തിന്റെ പൂന്തോട്ടത്തിൽ വന്ന് അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന വടി കൊണ്ട് ഈ പൂന്തോട്ടത്തിലിരിക്കുന്ന ചെടികളുടെ ചെടിച്ചട്ടിയിലൊക്കെ അടിക്കുന്നു, അതിന്റെ കമ്പുകള് അടിച്ചൊടിക്കുന്നു. ഇതൊക്കെയാണ് അദ്ദേഹം കാണുന്നത്. When he turned and saw, he saw a very fat man holding a stick
beating the pots that are there in the garden and breaking the bushes that are there in his garden. എന്ന് തന്നെയല്ല, താൻ അവിടെ ഒരു പുൽത്തകിടി നട്ടു വളർത്തിയിട്ടുണ്ട്. അതിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടി മെതിച്ച് ആ പുല്ലെല്ലാം ചവിട്ടി അതിനെ പുൽത്തകിടിയെ താൻ ഈ വന്ന ആള് ചവിട്ടി മെതിക്കുന്നതാണ് താൻ കണ്ട മറ്റൊരു കാര്യം. The second thing that he saw was he had a lawn with green grass, and this man was stamping over it and destroying that beautiful lawn that he had grown. ഉടനെ തന്നെ ക്ഷുഭിതനായി വീട്ടുകാരൻ സിറ്റ് ഔട്ടിൽ നിന്ന് ചാടി എണീറ്റു. Immediately the man got very angry and he jumped out of the sit out. അദ്ദേഹം നേരെ പൂന്തോട്ടത്തില് ഈ അജ്ഞാതനായ ഈ ആളിന്റെ നേരെ ബഹളം വെച്ചുകൊണ്ടാണ് ഓടിച്ചെന്നത്. He was yelling at the fat man and running towards him. എന്താ ഈ ചെയ്യുന്നത്? ഇവിടെ ബാക്കിയുള്ളവൻ കഷ്ടപ്പെട്ട് നട്ടു വളർത്തിയ ചെടിയെല്ലാം ഇല്ലാതാക്കുകയാണോ? എന്റെ പുൽത്തകിടി നശിപ്പിക്കുകയാണോ? തനിക്ക് കണ്ണില്ലേ? താൻ എന്തോ നോക്കിയാ ഈ നടക്കുന്നത് എന്നെല്ലാം അലറിക്കൊണ്ടാണ് ഈ മനുഷ്യൻ ഇദ്ദേഹത്തിന്റെ നേരെ ഓടിച്ചെല്ലുന്നത്. This man is yelling such things by telling, "Are you blind? Don't you know what you're doing? I have grown all these gardens with a lot of effort." With such yelling, he was approaching the man. ഓടിച്ചെന്ന് ഈ തടിയനായ മനുഷ്യനെ നേരി കണ്ടപ്പോ ഈ വീട്ടുകാരൻ സത്യത്തിൽ അമ്പരന്നു. When he came close to this fat man, he was dumbstruck. അദ്ദേഹം താനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് വന്നതുപോലെ തന്നെ നോക്കിയപ്പോൾ ഈ വന്ന ആള് രണ്ട് കണ്ണും കാണാത്ത അന്ധനായ ഒരാളാണ്. അയാളുടെ കയ്യിലിരിക്കുന്ന വടി അയാളെ സഹായിക്കാൻ, വഴി അറിയാനായിട്ട് സഹായിക്കാൻ അന്ധന് പിടിക്കുന്ന ഒരു വടിയാണ്. Just as he was yelling out to the man, this man noticed that in reality itself, this fat man was blind, and the stick that he was holding was a stick that was helping this blind man to find his way. അത് കണ്ടപ്പോ അദ്ദേഹത്തിന്റെ ദേഷ്യം സഹതാപത്തിന് വഴിമാറി. When he saw the reality, his anger gave way to pityness. ഈ പാവപ്പെട്ട ഒരാള് അയാള് റോഡിൽ കൂടെ നടന്നു പോയപ്പോ എന്റെ ഗേറ്റ് ഇങ്ങനെ തുറന്നു കിടന്നത് കൊണ്ട് ഇത് സാധാരണ റോഡാണെന്ന് വിചാരിച്ച് അയാൾ വഴി തെറ്റി എന്റെ പൂന്തോട്ടത്തിൽ കയറിയതാണ്. It was because I had left my gates open. This blind man thought that it was a normal way, and that is why he came into my garden. ഇയാൾ ഈ തോട്ടത്തിലകപ്പെട്ട് ഇവിടുന്ന് എങ്ങനെ പുറത്തു കിടക്കണമെന്ന് അറിയാതെ കയ്യിലിരിക്കുന്ന വടി കൊണ്ട് ഈ ചെടിച്ചട്ടിയിലും ഒക്കെ ചവിട്ടി ഈ ലോണിലൂടെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റി നടക്കുകയാ ചെയ്യുന്നത്. The man was trying to find a way out of the garden, and in that trying he was beating all the pots and he was trying to find his way around the lawn. അയാൾ അന്ധനാണ്. He is blind. അന്ധനായ ഈ പാവം മനുഷ്യൻ കണ്ടോ ഈ വീട്ടുകാരന്റെ ദേഷ്യം സഹതാപത്തിന് വഴിമാറി. Because he realized that it is the blindness of that man that led him to do all this, turned his fury into mercy. അദ്ദേഹം ഉടനെ തന്നെ ഈ അന്ധന്റെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, സുഹൃത്തെ, നിങ്ങൾക്ക് വഴി തെറ്റിപ്പോയി, ഞാൻ നിങ്ങളെ യഥാർത്ഥ വഴിയിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞ് കൈക്ക് പിടിച്ച് ആ മെയിൻ റോഡിൽ കൊണ്ടുവന്ന് ഇറക്കി നല്ല വാക്കുകൾ പറഞ്ഞു വിട്ടു. Immediately he caught hold of the hand of that blind man and took him to the real path and told good words and sent him off. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് തെറ്റായിട്ട് നമ്മളെ ദ്രോഹിച്ച ആളുകള്, നമ്മളെക്കെതിരെ ദോഷം പറഞ്ഞ ആളുകള്, നമ്മളെ വേദനിപ്പിച്ച ആളുകള് അവര് അറിയാതെ ചെയ്തതാണ്, അന്ധരാണ് എന്ന് കണ്ടാൽ നമുക്കും അവരോട് ക്ഷമിക്കുന്നത് എളുപ്പമാവുകയില്ലേ? Don't you agree with me that when you look at those who have harmed you, who spoke bad about you, if you will deal with them with the notion that they did it out of their blindness, will you not be able to change your fury also into mercy? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തില് പല നഷ്ടങ്ങൾ ഉണ്ടാക്കിയവർ
അവര് പലപ്പോഴും അത് നമുക്ക് ഏൽപ്പിച്ച ആഘാതത്തെക്കുറിച്ച് അവര് അറിയാതെ ചെയ്തതാണ്. Dear ones, those who have caused a lot of loss in your life, they did not really realize that it would be such a loss in your life. They did it out of their ignorance. അവരുടെ അജ്ഞതയെ വേണമെങ്കിൽ നമുക്ക് 3 തരത്തില് നമുക്ക് ചിന്തിക്കാനും. We can think about the ignorance of such people at 3 levels. അതായത് ഇത് അവര് ചെയ്യുന്ന ആ പ്രവൃത്തിയുടെ ഇരയാകുന്ന ആളിന് ഉണ്ടാക്കുന്ന ആ വലിയ വിഷമത്തെക്കുറിച്ച് അവര് വേണ്ട വിധത്തില് അറിഞ്ഞില്ല, അറിയാതെയാണ് ആ വാക്ക് പറഞ്ഞത്, ആ വേദനിപ്പിക്കുന്ന ആ കാര്യങ്ങൾ സംസാരിച്ചത്. ഇങ്ങനെ നമുക്ക് പറയാം. We can tell like this, that those who told evil about us, ill about us, they did not really understand the depth of the consequence of what they had told, what it can result in. That is why they told like this. We can think like this. അതുപോലെ തന്നെ അവര് ചെയ്യുന്ന ആ പ്രവൃത്തി അല്ലെങ്കിൽ അവര് പറഞ്ഞ വാക്കുകൾ അത് അവരുടെ തന്നെ നിത്യതയ്ക്ക് ഉണ്ടാക്കുന്ന നാശത്തെക്കുറിച്ചും അവര് അന്ധരായിരുന്നു. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് അറിവില്ലാഞ്ഞത് കൊണ്ടാണ് അവർ ആ നിലയിൽ പെരുമാറിയത്. Another thing that you can think is, the person who did that harm to us or who spoke bad about us, they themselves did not realize what it will have an evil effect on their personal eternity. It is out of that ignorance that they spoke these bad words. അപ്പൊ നോക്ക്, അവര് പറഞ്ഞ വാക്കുകള് നമുക്കുണ്ടാക്കിയതിനേക്കാൾ കൂടുതൽ കുഴപ്പങ്ങള് അവരുടെ ജീവിതത്തിൽ അവരുടെ നിത്യതയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കാണുമ്പോഴൊക്കെ നമുക്ക് അവരോട് സഹതാപമല്ലേ തോന്നേണ്ടതായിട്ടുള്ളൂ. So can you see that more than the loss that has come to us because of their acts, when we see that it is affecting their eternity, that is affecting them more, don't you think that you will have more mercy towards them? കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിന്റെ ചുവട്ടിലെ കർത്താവിനെ ആക്ഷേപിച്ചും ഇവൻ തന്നെ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു, പക്ഷെ തന്നെത്താൻ രക്ഷിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചൊക്കെ ആളുകള് സത്യത്തില് അത് അവരുടെ നിത്യതയിൽ ഉണ്ടാക്കുന്ന തകരാറുകളെ കുറിച്ച് അവരന്ധരായിരുന്നു. കർത്താവ് അത് കണ്ടുകൊണ്ടാവാൻ പറഞ്ഞത് ഇവർ അറിയാതാണ് ചെയ്യുന്നത്. When Jesus saw the people who were challenging him by telling, he saved others, now save yourself. When he was looking at these people, Jesus would have noticed and saw that what they are telling is so harmful to their eternity. Seeing the agony of the pain and the loss that they are going to face in eternity, Jesus was telling they are ignorant, and that is why they are speaking like this. അങ്ങനെ ആ കാഴ്ചപ്പാടിൽ കാണുമ്പോൾ അവരോട് സഹതപിക്കാനും അവരോട് ക്ഷമിക്കണേ എന്ന് പിതാവിനോട് പ്രാർത്ഥിക്കാനും താരതമ്യേന എളുപ്പമല്ലേ? Is it not easy a little more when you see that it is to their eternal loss that they are doing things in ignorance? Won't you be able to forgive them much more easily now? അല്ലെങ്കിൽ ഈ ക്രൂശ് മരണം ഈ ചെറുപ്പക്കാരൻ ഉണ്ടാക്കാൻ പോകുന്ന ആ വേദനകളെ കുറിച്ച്, അതിന്റെ ആഴത്തെക്കുറിച്ച് അവരന്ധരായിരുന്നത് കൊണ്ടാവാം, അവർക്കത് വേണ്ട പോലെ അറിഞ്ഞുകൂടാത്തത് കൊണ്ടാവാം പാവം അവരോട് ക്ഷമിക്കണേ എന്ന് കർത്താവിന് പ്രാർത്ഥിക്കാൻ കഴിയും. Or another thing might be that Jesus would have thought that these people who were criticizing him and blaming him would not have realized how much pain it would create to a young man. In ignorance of that pain, they did all this, and that is why Jesus is able to tell to the Father, please forgive them for their ignorance. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് അവര് ചെയ്ത ആ പ്രവൃത്തിയിലൂടെ അതിലൂടെ സംഭവിക്കുന്ന ദൈവിക പ്രവൃത്തിയെ കുറിച്ചും അവരന്ധരായിരുന്നത് കൊണ്ടാണ് കർത്താവിനെ ക്രൂശിച്ചത്. The third thing is that because of the wrong thing that they were doing to Jesus, they did not realize the eternal working of God, what God is accomplishing through this circumstance. They were ignorant. That is why Jesus was able to tell like that.
കർത്താവിന്റെ നിഴലായിട്ട് പഴയ നിയമത്തിൽ കാണുന്ന ജോസഫിനെ നമുക്കറിയാമല്ലോ. We know about Joseph, who is like a shadow in the Old Testament for Jesus. യോസഫിനെ അവന്റെ സഹോദരന്മാര് 20 വെള്ളിക്കാശിന് വിറ്റ് കളഞ്ഞു. They sold Joseph for 20 silver coins to the Midianites. ഒടുവില് ഉൽപ്പത്തി പുസ്തകം 45-ന്റെ 5-ാമത്തെ വാക്യത്തില് 45-ന്റെ 5 അവിടെ ജോസഫ് ഈ സഹോദരന്മാരോട് സംസാരിക്കുമ്പോ താൻ പറയുന്ന കാര്യം നോക്കുക. Let us look at what Joseph had told the brothers in Genesis chapter 45 verse 5. അവിടെ ജോസഫ് പറയുന്നു, നിങ്ങള് തന്നെ അവർക്ക് വെളിപ്പെടുത്തിയ ശേഷം, ഇപ്പോഴവൻ പ്രധാനമന്ത്രിയാണ്, മിസ്രൈമില് വളരെ ഭരണത്തിന്റെ പറവോൻ കഴിഞ്ഞാൽ തൊട്ട് താഴെയുള്ള ആളാണ്. അങ്ങനെയുള്ള ജോസഫ് തന്നെ വെളിപ്പെടുത്തിയിട്ട് പറയുന്നു, നിങ്ങൾ എന്നെ വിറ്റതിനെ കുറിച്ച് നിങ്ങൾ പേടിക്കണ്ട. ദൈവം ഈ കാലഘട്ടത്തെ അതിജീവിക്കാനായിട്ട് എന്നെ നിങ്ങൾക്ക് മുമ്പേ ഇങ്ങോട്ട് ദൈവം അയച്ചതാ. ആ ദൈവപ്രവൃത്തി കാണുമ്പോ എനിക്ക് നിങ്ങളോട് ക്ഷമിക്കാതിരിക്കാൻ കഴിയില്ല എന്ന് ആണ് അതിന്റെ ഇംപ്ലിക്കേഷൻ. Joseph is telling now Joseph, who is like a prime minister, who is next to the Pharaoh in that land, when he himself is revealing himself to the brothers, he's telling that when I see the hand of God in what you have done to me, I cannot keep any anger against you. That is how Joseph is concluding over there. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ തെറ്റ് ചെയ്ത, നമ്മളെ ഉപദ്രവിച്ച, നമ്മളെ കുറിച്ച് കുത്തുവാക്കുകൾ പറഞ്ഞ, നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് അപവാദകഥകൾ പറഞ്ഞ ആളുകളെ കുറിച്ചെല്ലാം എല്ലാവരോടും നമ്മള് ക്ഷമിക്കുകയാണ് വേണ്ടത്. Dear ones, and everybody who has done harm to you, who has spoken evil against you, who has told bad things about your children, to all of them we have to forgive. That is what we are supposed to do. നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു പാപം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? കർത്താവിന്റെ അടുത്ത് എന്നത് ഏറ്റു പറഞ്ഞാൽ അവിടുന്ന് അത് ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മളെ ശുദ്ധീകരിക്കും. നമ്മൾ അങ്ങനെ ചിന്തിക്കാറുണ്ട്. We think like this in our life, that if there is a sin in my life, if I will confess it to my Lord, he will forgive me from that iniquity. 1 യോഹന്നാൻ 1:7-9 വാക്യങ്ങളാണ് ആ കാര്യം നമുക്ക് ഉറപ്പ് തരുന്നത്. And it is 1 John 1:7 that gives us this assurance. അവിടെ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അതിന് നമ്മൾ എന്താ വേണ്ടത്? നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ സകല രീതിയും പോക്കി നമ്മോട് ക്ഷമിച്ച് ശുദ്ധീകരിക്കും എന്നാണ് അവിടെ ഉറപ്പ് നൽകിയിരിക്കുന്നത്. The confidence that we have in the forgiveness of Jesus is like this. 1 John 1:7. If the blood of Jesus cleanses us from all sins, if we walk in the light and we confess it unto the Lord. അപ്പോ ആ വാക്യം ശരിയാണ്. നമ്മുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞാൽ മതി, കർത്താവ് അത് ക്ഷമിക്കും. It is true that if we will confess our sins to the Lord, he will forgive us. പക്ഷേ ഞാൻ കഴിഞ്ഞൊരു ദിവസം നമ്മുടെ വചനത്തോട് തന്നെ താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റുപറയുക മാത്രമല്ല, മറ്റൊരു ക്ലോസൂടെ, മറ്റൊരു കണ്ടീഷനൂടെ മറ്റൊരു വചനത്തിൽ കാണാനിടയായി. When I compared scripture with scripture, I noticed that it is not only confession that we have to do, but there is something more that we have to do along with our confession. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. Matthew chapter 6 verse 15. നിങ്ങൾ മനുഷ്യരുടെ പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. If you do not forgive others, then your Father will not forgive your transgressions. 1 യോഹന്നാൻ 1:7-9 പറയുന്നത് നമ്മൾ ഏറ്റു പറഞ്ഞാൽ മതി ക്ഷമിക്കുമെന്ന്. 1 John 1:7 is only telling that if we will confess to the Father, he will forgive us. എന്നാൽ മത്തായി 6:15 നമ്മളോട് പറയുന്നത്, മറ്റുള്ളവരോട് ഏതെങ്കിലും ഒരു ക്ഷമിക്കാത്ത മനോഭാവം നമ്മിലുണ്ടെങ്കിൽ കർത്താവ് അത് ക്ഷമിക്കുകയില്ല, പിതാവ് അത് ക്ഷമിക്കുകയില്ല എന്നാണ്.
Matthew chapter 6:15 is telling that if I have not forgiven anyone, then my heavenly Father will not forgive me. അപ്പൊ നോക്കുക, ഞാൻ പറഞ്ഞു വരുന്നത് ക്ഷമിക്കുക എന്ന് പറയുന്നത് എത്ര വലിയ ഒരു കാര്യമാണ്. So what I was trying to tell was forgiving others, how important it is in our life. അതുകൊണ്ട് എന്ത് വില കൊടുത്തും നമുക്ക് ക്ഷമിച്ചാലേ കഴിയുള്ളൂ. So we have to forgive, be it at any cost. അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ, നിങ്ങളെ വേദനിപ്പിച്ച, നിങ്ങളെ വിഷമിച്ച ആരോടെങ്കിലും ക്ഷമിക്കാത്ത ഒരു മനോഭാവം കിടക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഇന്ന് നമുക്കൊരു മോചനം ലഭിക്കണം. So dear brothers and sisters, if there is anybody in your life whom you have not forgiven, today you have to be free from that evil clutch. അവരോടെല്ലാം നമുക്ക് നല്ല കൂട്ടായ്മ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് വരികയില്ല. അത് ദൈവവചനം നമ്മളോട് ആവശ്യപ്പെടുന്നുമില്ല. പക്ഷേ അവരോടൊരു ക്ഷമിക്കാത്ത മനോഭാവം സൂക്ഷിപ്പാൻ നമുക്ക് അനുമതിയില്ല. We might not be able to have a good fellowship with such people, but the word of God demands that we must forgive them. ഈ ലോകത്തിന്റെ പരപ്പില് ജീവിച്ചിരിക്കുന്ന ഒരാളോട് പോലും ഒരു ക്ഷമ നൽകാത്ത ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. To anybody who is living on the surface of this earth, we must not have an unforgiving attitude with anyone. അങ്ങനെ ഉണ്ടായാൽ നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കയില്ല എന്നാണ് മത്തായി 6:15 വളരെ വ്യക്തതയോടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. Matthew 6:15 is clearly telling that if that unforgiving spirit is there within you, you will not be forgiven by the heavenly Father. അപ്പൊ അതുകൊണ്ട് നമുക്ക് എങ്ങനെയും നമ്മൾ ക്ഷമിച്ചാലേ കഴിയുള്ളൂ. So at any cost, we have to forgive others. അതുകൊണ്ട് ഒരു പക്ഷേ ക്രൂശിൽ കിടന്ന് കർത്താവ് അവരോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞതിനോട് ചേർത്ത് അവരന്ധരാണ്, അറിയുന്നില്ല, വെളിച്ചമില്ലാതാണ് അവർ ചെയ്തത് എന്ന് അവർക്ക് കൊടുത്ത ആ കൺസെഷൻ നമുക്കും ഇവർക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ നമുക്ക് വേഗത്തിൽ അവരോട് പൊറുക്കാനായിട്ട് കഴിഞ്ഞേക്കും എന്നുള്ള ഒരു സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടാനാണ് ഞാൻ ഇത്രയും വിശദീകരിച്ചത്. Why I explained this much is only to point towards that possibility that it might be easy for you if you will stand along with Jesus on the cross and tell, Father, forgive them because they are blind, because they are ignorant. It will become more easy for you to forgive those who have done wrong to you. സഹോദര സഹോദരി, നിന്നെ കുറിച്ച് കഥകൾ പറഞ്ഞ് പരത്തിയവർ, നിന്നെ ഉപദ്രവിച്ചവർ, അവരറിയാതെ ചെയ്തതാണ്. അറിയാതെയാണ് എൻ്റെ ആ പൂന്തോട്ടം നശിപ്പിച്ചത്. അവരന്ധരായിരുന്നു. അയ്യോ പാവം. അങ്ങനെ കാണുമ്പോ അവരോട് ക്ഷമിക്കാൻ എന്തെളുപ്പം. Dear brother and dear sister, those who spoke ill about you, when you see that they were blind, that is why they came into your garden and messed up your garden. When you see that, you will be able to give a concession to them and forgive them because of their blindness. കർത്താവ് പറഞ്ഞ ആ കൊച്ചു വാചകത്തിൽ നിന്നാണ് നമ്മൾ അവിടെ ഒരു സാധ്യത കണ്ടെത്തിയത്. From that small addition of what the words of Jesus was, we found this possibility of forgiving others easily. പ്രിയപ്പെട്ടവരെ, നമുക്ക് ക്ഷമിക്കുന്ന ആ കാര്യത്തിൽ കർത്താവ് ക്ഷമിച്ചതുപോലെ നമുക്ക് ക്ഷമിക്കാം. Dear ones, let us also forgive like Jesus in our life. കർത്താവ് സ്നേഹിക്കുന്നതിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, ഞാൻ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. Jesus also told that you must love like how I have loved. യോഹന്നാന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായം അതിന്റെ 34-ാമത്തെ വാക്യം നോക്കുക. John's Gospel chapter 13 verse 34. അതിന്റെ അവസാന ഭാഗത്ത് പറയുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം. That you love one another even as I have loved you. അപ്പൊ കണ്ടോ, ക്ഷമയെക്കുറിച്ച് പറഞ്ഞു, നമ്മൾ അടുത്തത് സ്നേഹത്തെക്കുറിച്ച് പറയുകയാണ്. We spoke about forgiveness. Now we are speaking about loving others. നമ്മള് സ്നേഹിക്കാനായിട്ടാണ് ദൈവം നമ്മളെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്.
God has placed us on this earth so that we may love. എന്നിട്ട് കർത്താവ് അവിടെ പറയുന്നു, അതിന് മാതൃക ഏതാണ്? ഞാൻ സ്നേഹിച്ചതുപോലെ. And the example of how we should love is also Jesus, how I loved you. ഞാൻ ഒരു ക്രിസ്തീയ ശുശ്രൂഷകൻ, ഒരു സഭയുടെ ചുമതലയുള്ള ഒരു പ്രിയപ്പെട്ടവൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. I am remembering now something that one man who ministered in a church told me. എന്നോടല്ല, പൊതുവായിട്ട് പറഞ്ഞ ഒരു കാര്യം ഞാൻ കേട്ടത് ഞാൻ ഇങ്ങനെ ഓർക്കുന്നുണ്ട്. He did not tell it to me, but I heard about this incident from others. താനെ പറഞ്ഞു, എടാ കർത്താവ് പറഞ്ഞേക്കുന്ന എല്ലാരെയും സ്നേഹിക്കണമെന്ന്. He told like this, the Lord has told that I should love everyone. കർത്താവിനെ പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കണം. അയൽക്കാരനെയും നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. I must love the Lord with all my heart, with all my soul, and with all my strength. And I also have to love my neighbor as myself. എന്ന് തന്നെയല്ല, ഈ യോഹന്നാൻ സ്നേഹത്തിന്റെ അപ്പോസ്തലൻ എന്ന് പറഞ്ഞ് യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം എടുത്ത് നോക്കുക. അവിടെ ഓരോ അധ്യായത്തിലും എത്ര ഇടത്താണ് സ്നേഹിക്കാത്തവൻ കള്ളനാണ് എന്നൊക്കെ പറഞ്ഞേക്കുന്നത്. Not only that, when you see into the epistle that John the beloved has written, how many times it is written that if I don't love, I am a liar. I am a liar. How many times it is mentioned? അപ്പോ കർത്താവ് ഇവിടെ ഇതാ യോഹന്നാന്റെ സുവിശേഷം 13 താനും പറയുന്നു, അവരുടെ കാല് കഴുകുന്ന ആ സമയത്ത് പറയുന്നു, ഞാൻ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കണമെന്ന് പറഞ്ഞിരിക്കും. When Jesus was washing the feet of his disciples, he is telling them that you must love as I have loved you. അപ്പൊ നമുക്ക് നേരത്തെ ക്ഷമയുടെ കാര്യം പറഞ്ഞതുപോലെ ഈ സ്നേഹത്തിന്റെ കാര്യത്തിലും നമുക്കൊരു ഒഴികഴിവില്ല. Like we told in the aspect of forgiveness, even when it comes to love, we cannot be without loving. എന്നിട്ട് ഈ ദൈവപ്രത്യം പറഞ്ഞത് തന്റെ തന്നെ താൻ അഭിമുഖീകരിച്ച ഒരു പ്രശ്നമാണ്. And this man of God was telling an experience that he himself has faced in his life. താന് വളരെ ചെറുപ്പത്തിൽ തന്നെ വളരെ ആത്മീയ കാര്യങ്ങൾക്ക് വളരെ ശുഷ്കാന്തിയോടെ മുന്നോട്ട് വന്ന ഒരാളാണ്. That man of God, from a very young age itself, he was very fervent in the things of God. മീറ്റിങ്ങുകളിലെല്ലാം കൃത്യമായിട്ട് പോകും. മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവിടെ ചെല്ലും. He will go very punctually to all the meeting, and before the meeting started, he would be reaching there on time. അങ്ങനെയൊക്കെ ഒരു ശീലമുള്ളത് കൊണ്ട് ഈ യോഗത്തിന് താമസിച്ചു വരുന്നവരെ കാണുമ്പോൾ പുള്ളിയുടെ ഹൃദയത്തിൽ നിന്ന് ഒരു വലിയൊരു ഞെരുക്കം വരിക. So because he had been trained like this in his life, when he sees people coming late to the meeting, there is a grumbling within him. എത്ര വട്ടമാണ് ഇവരോട് പറഞ്ഞത്, സഹോദരി നീ ഒന്ന് താമസിച്ചു വരരുത്, 10 മണിയാകുമ്പോൾ മീറ്റിംഗ് തുടങ്ങും, 9:55 ആകുമ്പോഴെങ്കിലും ഹോളിൽ എത്തണം എന്നൊക്കെ എത്ര വട്ടമാണ് പ്രസംഗിച്ചിട്ടുള്ളത്, എത്ര വട്ടമാണ് നേരിട്ട് പറഞ്ഞിട്ടുള്ളത്. How many times I have told them in person, and I have mentioned this in the meeting, that when the meeting is starting at 10, you must be here by at least 9:55. How many times should I repeat this message? എന്നിട്ട് 10:55 ആയപ്പോൾ 1 മണിക്കൂർ താമസിച്ച് ഭാര്യയും ഭർത്താവും കൂടെ പിക്നിക്കിന് പോകുന്ന പോലെ ഇറങ്ങി വരിക. എന്നാൽ ഇത്രയും താമസിച്ചെന്ന് അവർക്കൊരു തോന്നലുണ്ടോ? രണ്ടുപേരൂടെ ചിരിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നു. ഇതെല്ലാം കണ്ടോണ്ട് ദൈവഭൃത്യൻ ആ സ്റ്റേജിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഉള്ളിൽ നിന്ന് ഒരു ഭയങ്കര ഞെരുക്കം വരും. There is a suffocation within the man of God when the husband and the wife is coming after 1 hour late at 10:55, as though they are going for a picnic in a very jolly manner. This discomfort is being felt by this man of God on the in the podium. അതുപോലെ തന്നെ വേറെ ചില ആളുകൾ, തന്റെ സഭയിലുള്ള ചില സഹോദരിമാര്, അവരോടൊക്കെ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ആവശ്യമില്ലാതെ വർത്തമാനം പറഞ്ഞുകൊണ്ട് ചലച്ചുകൊണ്ട് നടക്കരുതെന്ന് പലവട്ടം പറഞ്ഞിട്ടുണ്ട്.
This man was telling that I have told to many sisters in my church that you should not speak unwantingly here and there in the church. എന്നിട്ട് അതിനെക്കുറിച്ച് ഒരു ചിന്തയില്ലാതെ പിന്നെയും മീറ്റിങ്ങുകൾക്ക് വന്ന് അങ്ങനെ ഇങ്ങനെ പറയുകയും ചിരിക്കുകയും നടക്കുകയും ഒക്കെ ആയിട്ട് ഇവരൊക്കെ എന്നാ നന്നാകും? He was telling, in spite of getting all those warnings and messages, they are coming to the meeting and they are laughing and they are talking. When will they all have or experience a change in their life? രാത്രിയാകുമ്പോഴാണ് പ്രശ്നം. സന്ധ്യയ്ക്ക് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴാണ് പ്രശ്നം. He is telling that I get more discomfort when I sit in the evening to pray for such believers. ഇവരെ ഓരോരുത്തരെ മനസ്സിൽ ഓർത്ത് ദൈവമേ അവരെ എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ നിലയിലുള്ള പല കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ വരുന്നു. When he is taking the believers' name one by one and when he is remembering to pray for them, these are the thoughts that is disturbing him in his time of prayer. ദൈവവചനത്തെ വളരെ ഗൗരവമായിട്ട് ഒരു കുട്ടിയെ പോലെ സത്യസന്ധതയോടെ നിഷ്കളങ്കതയോടെ എടുക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഈ രണ്ട് കാര്യങ്ങൾ അദ്ദേഹത്തെ ആകെ വിഷമിപ്പിച്ചു. Because he was a man of God who wanted to take the word of God like a child, these two things really created a disturbance and a suffocation within him. അദ്ദേഹം പറയുക, ഞാന് സത്യത്തിൽ കർത്താവ് പറഞ്ഞത് എല്ലാരെയും സ്നേഹിക്കണമെന്ന്. ഇവരുടെയൊക്കെ ഈ പെരുമാറ്റം കാണുമ്പോൾ എനിക്ക് ഉള്ളില് ഇപ്പൊ അവരോട് സത്യത്തിൽ സ്നേഹമുണ്ടോ? ഞാൻ കർത്താവിന്റെ കൽപ്പന അനുസരിക്കുന്നുണ്ടോ? എന്നെ ഒരു ദൈവഭൃത്യൻ എന്ന് പറയാൻ ഞാൻ യോഗ്യനാണോ? ഒരു കുറ്റബോധത്തിലേക്ക് അദ്ദേഹം പോവുകയാണ്. He is going into a spirit of condemnation because on one side the word of God is telling that I must love them as Jesus loved me, but can I call myself a man of God? Am I able to love them as Jesus loves? This kind of condemnation is going within him. ശരിയല്ലേ പ്രിയപ്പെട്ടവരെ? നമുക്ക് നമ്മുടെ കൂടെ സഭയിലുള്ള എല്ലാരെയും സ്നേഹിക്കാൻ ഒക്കുമോ? സത്യസന്ധമായിട്ട് നമ്മളെ തന്നെ ഒന്ന് നോക്കുക. Let us really look into our life sincerely and judge ourselves. Are we able to love everybody in the church? ചിലരുടെ ചിരി, ചിലരുടെ വർത്തമാനം, ചിലരുടെ നടപ്പ്, ചിലരുടെ ഗൗരവമില്ലായ്മ, ഇതൊക്കെ കാണുമ്പോൾ ഇവരെ എങ്ങനെ സ്നേഹിക്കാൻ ഒക്കുന്നത് കർത്താവേ എന്ന് ഉള്ളിൽ നിന്ന് ചോദിച്ചു പോവുകയാണ്. We will ask the Lord within ourselves when we see the smile, the way they smile, or the way they are walking, or the way they are doing things. When you look at all these things, we will ask the Lord, how can I love them sincerely? ചെറുപ്പക്കാര് ചിലര് മുടിയൊക്കെ താഴെയെല്ലാം വെട്ടി മേളില് തിരികെ പോലെ വെച്ചുകൊണ്ട് ചില ചെറുപ്പക്കാര് കയറി വരുമ്പോ ഉള്ളിൽ നിന്ന് ഒരു അസ്വസ്ഥതയാണ് ഈ സഹോദരൻ. This brother is feeling that suffocation when he sees youngsters with very long hairs and tied up. This kind of difficulty is being faced by him. അദ്ദേഹം കുറച്ചു കഴിഞ്ഞപ്പോൾ തീരുമാനിച്ചു, ഈ പരിപാടി അങ്ങ് നിർത്തിയേക്കാം, ഞാനൊരു ദൈവഭൃത്യനാകാൻ ഞാൻ യോഗ്യനല്ല. So he came to a conclusion that I am not fit to be a man of God. I will wind up all these things in my life. കർത്താവ് പറഞ്ഞ ഒന്നാമത്തെ കാര്യം, ആളുകളെ കർത്താവ് സ്നേഹിച്ച പോലെ സ്നേഹിക്കണമെന്ന് പറഞ്ഞ പോലും എന്നെ കൊണ്ട് ഒക്കുന്നില്ല. എനിക്ക് ഇവരെയൊക്കെ ഓർക്കുമ്പോൾ വൈരാഗ്യവും വിഷമവും വരുന്നു. പിന്നെ എങ്ങനെയാ ഞാൻ ദൈവഭക്തനായിരിക്കും? How can I be a man of God? One of the main thing that Jesus told is to love them as he loved, and I am not able to do this. When I see these people, it is disturbance and anger that is coming out of my life. I am not fit to be a man of God. പക്ഷെ ഇപ്പോഴും വർഷങ്ങൾ കഴിഞ്ഞപ്പോ ഇപ്പോഴും അദ്ദേഹം വളരെ ഫലപ്രദമായിട്ട് ദൈവത്തിനാൽ ഉപയോഗപ്പെടുന്ന ഒരു ദൈവദാസനായിട്ടായിരിക്കുന്നു. Even today, after many years also, he is still a very valuable man of God in the current times also. അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെയാ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടത്? ഇത് വിട്ട് കളഞ്ഞേച്ച് പോകാനിരുന്നതാണല്ലോ, ഇപ്പൊ എല്ലാരെയും സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? എന്താ കാര്യം? So when he was confronted with the question, how are you able to love as Jesus loved? How did you overcome this in your life? അപ്പോ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒരു കാര്യത്തെ കുറിച്ച് ഒരു വെളിച്ചമുണ്ട്. He responded like this,
I got light about one thing in my life. യേശു പറഞ്ഞത് ഞാൻ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാനാ കർത്താവ് പറഞ്ഞു. Jesus told that I must love as he had loved. എല്ലാരെ ഇഷ്ടപ്പെടണമെന്ന് കർത്താവ് പറഞ്ഞില്ല, സ്നേഹിക്കാനാ പറഞ്ഞത്. Jesus did not tell me to like everyone, but to love everyone. അതെന്ത് ഈ ഇഷ്ടവും സ്നേഹവും തമ്മിൽ രണ്ടും ഒന്ന് തന്നെയല്ലേ? Don't you think love and like are the same things? പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ സ്നേഹം എന്ന് പറയുന്നത് അഗപ്പേ ലവ് ആണ്. Dear ones, Christian love is agape love. അഗപ്പേ ലവ് എന്ന് വെച്ചാൽ നമ്മൾ ആരെ സ്നേഹിക്കുന്നോ ആ ആളിന്റെ ആത്യന്തിക നന്മ നോക്കി അവന്റെ ഏറ്റവും ഉന്നതമായ കാര്യത്തിന് വേണ്ടി, അവന്റെ ഏറ്റവും നന്മയ്ക്ക് വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്ത് അവനെ അവസാനത്തോളം സ്നേഹിക്കുന്നതാണ് അഗപ്പേ ലവ്. Agape love is that kind of love which looks at the eternal benefit of that person and you are expressing your love in that angle. അവരെ ആ നിലയിൽ എൻ്റെ സഭയിൽ വരുന്ന എല്ലാവരെയും എനിക്ക് അവരുടെ ആത്യന്തിക നന്മ, അവരുടെ നിത്യതയിലെ ബെനിഫിറ്റ് നോക്കി അവരെ സ്നേഹിക്കാനായിട്ട് കഴിയും. Then when I look at the believers who come into my church, I am able to love them because I want their eternal good in their life. അവരെല്ലാം ഇഷ്ടപ്പെടാൻ കർത്താവെ എന്നോട് പറയാഞ്ഞതിനായിട്ട് സ്തോത്രം. I thank you, Lord, that you did not tell me to like all the believers in my church. അവരെ എല്ലാവരെയും ഇഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തൊരു സ്വാഭാവികമായ വികാരപരമായ ഒരടുപ്പമാണ്. അതല്ല കർത്താവ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്, അവരെ സ്നേഹിക്കാനാണ്. When we use the word like, there is an element of intimacy over there, but God is telling us to love them. തീർച്ചയായിട്ടും അഗപ്പേ ലവിന്റെ ഭാഗമായിട്ട് വൈകാരികമായ അടുപ്പമൊക്കെ വരാം. എങ്കിലും കേവലം വൈകാരികമായ അടുപ്പമാണ് ഇഷ്ടമെന്ന് കണ്ടാൽ അതിൽ ഒതുങ്ങി നിൽക്കാനല്ല ദൈവം നമ്മളോട് പറഞ്ഞേക്കുന്നത്. അവരെ കർത്താവ് സ്നേഹിച്ചതുപോലെ, കർത്താവ് ലോകത്തെ സ്നേഹിച്ചതുപോലെ അങ്ങനെ സ്നേഹിക്കാനാണ്, അഗപ്പേ ലവ് നൽകാനാണ്. ഈ കാര്യം കണ്ടപ്പോ എൻ്റെ ഒത്തിരി വിഷമങ്ങൾ മാറിപ്പോയി, എന്നെ അത് സ്വതന്ത്രമാക്കി. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. He told that even though a personal intimacy can be part of agape love primarily is wanting that eternal benefit of that person. And when I got light on that angle, I was able to love them more easily. പ്രിയപ്പെട്ടവരെ, ഉദാഹരണത്തിന് യോഹന്നാന്റെ സുവിശേഷം 3:16 ആണല്ലോ നമുക്ക് ഏറ്റവും കർത്താവിന്റെ ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് പറയുന്ന വാക്യം. We see John chapter 3:16 as the most best word of love of God. തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ ഇഷ്ടപ്പെട്ടു എന്നല്ല, ലോകത്തെ സ്നേഹിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. For God so loved the world that he gave his only begotten son. Over there it is not telling that God liked the world, but it is telling God loved the world. ഈ പാപം നിറഞ്ഞ പാപത്തിൽ മുഴുകിയ ഈ ലോക മനുഷ്യരെ, അവരെ ആ നിലയില് അവരുടെ തെറ്റായ പെരുമാറ്റങ്ങളെ ഈ കാര്യങ്ങളൊക്കെ ഉള്ളപ്പോ വിശുദ്ധനായ ദൈവത്തിന് അവരെ എങ്ങനെ ഇഷ്ടപ്പെടാൻ കഴിയും? When there is so much of sin and filth in this world, how can God like the world? ദൈവം അവരെ ഇഷ്ടപ്പെടുകയല്ല ചെയ്തത്, അവരുടെ ആത്യന്തിക നന്മയെ കരുതി അവരെ സ്നേഹിക്കുകയാണ് ചെയ്തത്. ആ സ്നേഹത്തിന്റെ ഫലമായിട്ടാണ് തന്റെ ഏകജാതനായ പുത്രനെ പോലും അവർക്ക് വേണ്ടി കൊടുത്തത്. And God is not liking the world, but seeing the eternal benefit of the people of the world, he loved them, and out of that love he is giving his only begotten son to save the world. സ്നേഹത്തില് ഒത്തിരി ത്യാഗപരമാണ് ആ സ്നേഹം. എന്നാൽ ഇഷ്ടത്തിൽ ചിലപ്പോ നമ്മുടേതായ ചില ആ നിലയിലുള്ള ചില മുതലെടുപ്പും ചില കാര്യങ്ങളും വരാം. ദൈവം ലോകത്തെ സ്നേഹിക്കുകയാണ്, ഇഷ്ടപ്പെടുകയായിരുന്നില്ല ചെയ്തത്. When there is love, when that agape love is there, there is sacrifice.
but that sacrifice need not be found in likeness. കർത്താവിന്റെ കാൽച്ചുവട് പിൻപറ്റാൻ നമ്മളോട് പറഞ്ഞ വാക്യം നമ്മൾ പത്രോസ് പറഞ്ഞതാണ് നമ്മൾ കുറിവാക്യമായിട്ട് വായിച്ചത്. We told the primary verse of following Jesus in his footsteps in the beginning of our sermon. അവിടെ പത്രോസിനെ കർത്താവ് എത്രത്തോളം സ്നേഹിച്ചു? How much did Jesus love Peter? നമുക്കറിയാം, നമ്മൾ അതിന്റെ സമയ ചുരുക്കം കൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. We know how much Jesus loved him. I'm not going into the details because of the lack of time. എന്നാൽ പത്രോസിനെ സ്നേഹിക്കുകയാണ് ചെയ്തത്. പത്രോസിന്റെ കുറവുകളെ ആ നിലയില് ന്യായീകരിച്ച് പത്രോസിനെ ഇഷ്ടപ്പെടുകയല്ല കർത്താവ് ചെയ്തത്. Seeing the lackness or the failures in Peter, Jesus is not liking Peter, but he is loving Peter. മത്തായി 16:23 കർത്താവ് ഏതെങ്കിലും ഒരു മനുഷ്യനോട് പറഞ്ഞിട്ടുള്ള ഏറ്റവും ശക്തമായ വാക്കുകൾ നമ്മൾ അവിടെ കാണും. We see the strongest correction that Jesus has given to anybody in Matthew 16. 16:23 നമ്മൾ വായിക്കുന്നത്, സാത്താനെ എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകും. He told these words to Peter in chapter 16 verse 23, get behind me, Satan. കണ്ടോ, കർത്താവിനെ ആ ക്രൂശിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് അവന്റെ പത്രോസിന്റെ ഇഷ്ടം കൊണ്ട് പത്രോസ് ശ്രമിച്ചപ്പോ കർത്താവ് അവന്റെ ആ ഇഷ്ടത്തെ അവിടെ ശാസിക്കുന്നതാണ് കാണുന്നത്. പത്രോസിന്റെ കുറവുകളെ ഇഷ്ടപ്പെട്ട് അവനോട് കൂടെ ചേർന്ന് നിൽക്കുന്ന മനോഭാവമല്ല, അവന്റെ ആത്യന്തിക നന്മയെ കരുതിയാണ് അവനെ ശാസിച്ചത്. കർത്താവ് അവനെ സ്നേഹിക്കുകയായിരുന്നു ചെയ്തു. When Peter, out of his likeness to Jesus, is trying to pull Jesus away from the way of the cross, Jesus, seeing the eternal good of Peter, is rebuking Peter out of his love towards Peter. പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ ആരോടും ക്ഷമിക്കാത്ത ഒരു മനോഭാവം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകരുതെന്ന് നമ്മൾ പറഞ്ഞു. We said that we should not have an unforgiving spirit towards anyone in the world. എന്ന് പറഞ്ഞതുപോലെ എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു മനോഭാവം, എല്ലാവരെയും ഇഷ്ടപ്പെടുന്നതല്ല, സ്നേഹിക്കുന്ന ഒരു മനോഭാവം നമുക്കുണ്ടായിരിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. In the same manner, Jesus desires that we not like everyone, but we must love everyone. ഈ സ്നേഹവും ഇഷ്ടവും തമ്മിലുള്ള നമ്മൾ ഇത്രയും നേരം ചിന്തിച്ച ആ കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തത വന്നപ്പോൾ ആ ദൈവഭൃത്യൻ പറഞ്ഞു, അതെന്നെ ഒത്തിരി സ്വതന്ത്രനാക്കി. ഞാൻ ആളുകളെ അകപ്പയിലാവും, ത്യാഗപരമായ സ്നേഹം മതി, വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾ അതല്ല ദൈവം ഉദ്ദേശിക്കുന്നത്, അതെന്നെ ഒത്തിരി സ്വതന്ത്രനാക്കി എന്ന് പറഞ്ഞു. That man of God was telling that when I was able to distinguish between likeness and love, love that is eternal, love that is sacrificial, I found it much easier to love the believers in my church. പ്രിയപ്പെട്ടവരെ, നമ്മൾ നേരത്തെ പറഞ്ഞ ദൈവത്തെ സ്നേഹിക്കണം, അയൽക്കാരെ സ്നേഹിക്കണം എന്ന് പറഞ്ഞ ആ വാക്യത്തിലും ഈ കാര്യം അന്തർലീനമായിട്ടുണ്ട്. Even in that verse where we said earlier that we must love the Lord with all our strength and all our soul and to love our neighbor, this love is being underlined. അവിടെ അയൽക്കാരെ സ്നേഹിക്കുന്ന ആ കാര്യം ഏതിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞു വരേണ്ടത്? Loving the neighbor should come forth out of what kind of love? നമ്മൾ ഒന്നാമത്തെ കൽപ്പനയുടെ അടിസ്ഥാനത്തിലാണ് ആ രണ്ടാമത്തെ കൽപ്പന പ്രസക്തമാകുന്നത്. The second commandment of love by Jesus is coming forth or stemming forth from the first commandment of love. ഒന്നാമത്തെയും വലിയതുമായ കൽപ്പന എന്ന് പറയുന്നത് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കണമെന്നാണ്. The first commandment is to love God with all our heart, soul and strength. ആ ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ചില നിലപാടുകളുള്ളത്. And it is based on the foundation of our love towards God, we have some standing in our life. ആ നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എല്ലാവരെയും
ഇഷ്ടപ്പെടാൻ കഴിഞ്ഞെന്ന് വരികയില്ല. പക്ഷേ അവരെയൊക്കെ ത്യാഗപരമായി സ്നേഹിച്ച കർത്താവിന്റെ മനോഭാവം എല്ലാവരോടും നമുക്ക് പുലർത്താൻ കഴിയും. So, based on those standings that we have with the Lord, we may not be able to like everyone, but we will be able to love everyone. കാരണം ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കുന്ന ആ ഒരു കാര്യത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ അതിനോട് ചേർന്ന് പോകുന്ന സ്നേഹങ്ങളും ഇഷ്ടങ്ങളും മാത്രമേ നമുക്ക് പുലർത്താൻ കഴിയൂ. When we will take that first commandment of loving the Lord with all our heart, soul, and strength, only things that can go along with that love, we can love our neighbors. അതുപോലെ തന്നെ രണ്ടാമത്തെ ഇതിലേക്ക് വരുമ്പോൾ അവിടെ വേറൊരു സാധ്യതയും അവിടെ കിടപ്പുണ്ട്. There is another possibility on those lines. അവിടെ പറയുന്നു, രണ്ടാമത്തേത് അതിനോട് സമം കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. To love your neighbor as yourself. അപ്പൊ മറ്റുള്ളവരെ നമ്മളെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിച്ചാൽ മതി. You must love others only as much as you love yourself. നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ? Do you love yourself? പണ്ടൊരാൾ പറഞ്ഞു, ഞാൻ എന്നെ തന്നെ സ്നേഹിച്ച് മതി വന്നിട്ടില്ല, എന്നിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കാൻ എനിക്ക് അതുകൊണ്ട് നേരമില്ല എന്ന് പറഞ്ഞു. Some person was telling like this, I have not even finished loving myself, then how will I find time to love others? പ്രിയപ്പെട്ടവരെ, ഞാൻ അതല്ല പറഞ്ഞത്. ഒരു ദൈവമകനായി ഈ സഭയിലുള്ള ഈ കൽപ്പനകൾ അനുസരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? I was not telling in that sense, but we as believers in the church, how are we loving ourselves in the context of our church? നമ്മള് ഒന്നാമത്തെ സ്നേഹം നമ്മൾ കർത്താവിനെ കൊടുത്തിരിക്കുന്നത്. Our first love has been given to the Lord. കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കാനും ആ വഴിയിൽ നടക്കാനും നമ്മളെ തന്നെ സമർപ്പിച്ചിരിക്കുന്നു. We have surrendered our life to love the Lord and to walk in his ways. ആ വഴിയില് നടക്കുന്ന നമ്മളെ മാത്രമാണ് നമ്മൾ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ സ്നേഹിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നത്. And only those who are walking in that love will we be able to love others. അതുകൊണ്ടാണല്ലോ നമുക്ക് നമ്മുടെ തെറ്റുകളെ കുറിച്ച് അനുതപിക്കാൻ കഴിയുന്നത്. That is why we are able to repent of our sins. നമുക്ക് ചിലപ്പോ ചിലർ പറയല്ലേ, എനിക്ക് എന്നെ തന്നെ ഇഷ്ടമില്ലാതിരിക്കുന്ന സമയമാണ്, എന്നോടൊന്നും ഇപ്പം മിണ്ടരുത് എന്ന് പറയും. Don't we tell like this to others? Don't speak to me right now because I hate myself. ശരിയാണ്. ചിലപ്പോ നമുക്ക് നമ്മുടെ തന്നെ ചില പെരുമാറ്റങ്ങൾ, നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ താലോലിച്ച ചില ചിന്തകൾ ഓർക്കുമ്പോൾ നമുക്ക് തന്നെ നമ്മളോട് യോജിക്കാൻ ഒക്കുന്നില്ല, നമ്മളെ സ്നേഹിക്കുന്നില്ല. When you think back and see the way that you have behaved or you have dealt, you will not be able to love your own self. നമ്മൾ കർത്താവിന് നമ്മുടെ ഒന്നാം സ്നേഹം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങളിൽ നമ്മളെ സ്നേഹിക്കാൻ ഒക്കുന്നില്ല, ചില കാര്യങ്ങളിൽ നമ്മളെ തന്നെ പകയ്ക്കുകയാണ് ചെയ്യുന്നത്. Because we have given our heart to God, we are not able to love ourselves. We are actually hating ourselves in light of walking with the Lord. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് നമ്മളിവിടെ നോക്കുക, നമ്മളെ സ്നേഹിക്കുന്നത് പോലെ കൂട്ടുകാരനെ സ്നേഹിച്ചാൽ മതി, സഹോദരനെ സ്നേഹിച്ചാൽ മതി. As it is written in the scripture, we must only love our brothers as much as we love ourselves. ആ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ നമുക്ക് എല്ലാവരെയും നമുക്ക് സ്നേഹിക്കാനായിട്ട് കഴിയും. When we look at things from that perspective, we will be able to love everyone. പ്രിയപ്പെട്ടവരെ, 1 യോഹന്നാൻ 4:20 നമ്മളോട് പറയുന്നു, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവനെല്ലാം സഹോദരനെയും സ്നേഹിക്കണം. 1 John 1:20 tells that everybody who loves the Lord must love the brethren. നമുക്ക് നമ്മുടെ ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നു, ആ ഒരു അടിസ്ഥാനത്തിൽ നമ്മളെയും സ്നേഹിക്കുന്നു, നമുക്ക്
മറ്റുള്ള അയൽക്കാരെയും നമുക്ക് ആ നിലയിൽ സ്നേഹിക്കാൻ, ത്യാഗപരമായി സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. We love the Lord, and because of that we love ourselves, and because of that we must be able to love our brethren also in sacrifice. അപ്പോ അങ്ങനെ നോക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്നേഹിച്ചാൽ മതി, എല്ലാവരെയും ഇഷ്ടപ്പെടാനായിട്ട് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ആ ഒരു കാര്യം, നമ്മൾ ചിന്തിച്ച കാര്യം നമ്മുടെ ഒത്തിരി അനാവശ്യമായ കുറ്റബോധങ്ങളെ മാറ്റിക്കളയും, കാര്യങ്ങളെ ഒരു യഥാർത്ഥ വെളിച്ചത്തിൽ കാണാനിടയാണ്. Many of our condemnation will go away when we will understand that we need not like everybody, but we only need to love everybody. നമ്മള് രാവിലെ കർത്താവിന്റെ കാൽച്ചുവടുകളെ പിന്തുടരുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. We were talking on following the footsteps of Jesus. കർത്താവിനെ ഒന്നും പിന്തുടരാൻ നമുക്ക് കഴിയില്ല എന്ന് നമുക്ക് പറഞ്ഞ് നമ്മൾ അതിനെ വലിയൊരു തലത്തിൽ വെച്ചിട്ട് നമ്മൾ നമ്മുടെ പരാജയപ്പെട്ട ജീവിതം കൊണ്ട് നമുക്ക് തൃപ്തി അടഞ്ഞു പോകാനായിട്ട് കഴിയും. There is a possibility that I cannot follow Jesus and keep it as a very high standard that cannot be attained and sit back with discouragement. എന്നാൽ ആ കാൽച്ചുവടുകളെ ധ്യാനിക്കുക, നമുക്ക് തീർച്ചയായിട്ടും ആ കാൽച്ചുവടുകളെ പിന്തുടരാൻ കഴിയും. But let us meditate on the footsteps of Jesus, and we can surely follow the footsteps of Jesus. കർത്താവിന്റെ ക്ഷമയുടെയും സ്നേഹത്തിന്റെയും കാൽച്ചുവടുകളെയാണ് നമ്മൾ ധ്യാനിച്ചത്. We were meditating on the forgiveness and the love footsteps of Jesus today. അവിടെ കർത്താവ് ക്ഷമിച്ചതുപോലെയും കർത്താവ് സ്നേഹിച്ചതുപോലെയും മുന്നോട്ട് പോകാനായിട്ടുള്ള സാധ്യതകളാണ് പലതും കണ്ടെത്തിയത്. We were thinking on the possibilities of loving like Jesus and forgiving like Jesus today. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മെ പല അനാവശ്യമായ കുറ്റബോധത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കട്ടെ. Let it really free you from all unwanted condemnations. അതേപോലെ തന്നെ കർത്താവിന്റെ കാൽച്ചുവടുകളെ ദിനംപ്രതി പിന്തുടരാൻ നമുക്ക് കൂടുതൽ പ്രചോദനം നൽകട്ടെ. Let it be an encouragement to follow Jesus in your daily life. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. May the Lord bless you by these words.